എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക വിന്യാസവും. ആ ചാപ്റ്ററിൻ്റെ പകുതി പോർഷൻ വരെയാണ് നമുക്ക് ഓണപ്പരീക്ഷ, ഇപ്പോഴും നടക്കുന്ന ഓണപ്പരീക്ഷയുടെ അതിൻ്റെ പകുതി പോർഷൻ കൂടിയുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പകുതി ടോപ്പിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദയവായി ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രാവശ്യം ഒരു കാര്യം പറയത്തുള്ളൂ. ഓക്കെ, ഒരു നോട്ടും കൂടെ എടുത്ത് വെച്ചേക്കുക. പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിടുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ പറയും, അതൊക്കെ ഒന്ന് കുറിച്ചെടുക്കുക. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നും കൂടെ കയറി നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഓർബിറ്റൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഓർബിറ്റലാണ്. അപ്പോൾ എന്താണ് ഓർബിറ്റൽ എന്ന് ചോദിച്ചാൽ, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള മേഖലയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയും. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള മേഖല, അതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയും. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രാത്രി ഒരു 10:30 നിങ്ങൾ എവിടെയാണ് കാണാൻ സാധ്യതയുള്ളത്? ട്യൂഷൻ സെൻറ്ററിലാണോ, അല്ലെങ്കിൽ സ്കൂളിലാണോ? എവിടെയാണ് കാണാൻ സാധ്യതയുള്ളത്? നിങ്ങളെ വീട്ടിലല്ലേ, അല്ലെങ്കിൽ കട്ടിലല്ലേ? ഓക്കെ, അല്ലെങ്കിൽ പഠനമുറിയിലല്ലേ? അപ്പം നിങ്ങളെ കാണാൻ സാധ്യതയുള്ള നിങ്ങളെ വീട്ടിലാണ്. അതാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള മേഖലയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദി റീജിയൻ അറൗണ്ട് ദി ന്യൂക്ലിയസ് where there is a maximum probability to find an electron. ഇലക്ട്രോണിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടിയ ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയും. ദെൻ അടുത്ത ടോപ്പിക് ക്വാണ്ടം നമ്പർ ആണ്. ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പർ? ഇത് ശരിക്കും +1 ടോപ്പിക്കാണ്. +1 രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിനകത്ത് ക്വാണ്ടം നമ്പറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നിങ്ങൾ അടുത്ത വർഷം സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കൂടുതലായിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ക്വാണ്ടം നമ്പറിനെ കുറിച്ചും അതിനെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, കുറച്ച് ടൈറ്റാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ക്വാണ്ടം നമ്പർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർബിറ്റലിനെ അതുപോലെ ഇലക്ട്രോണിൻ്റെ സവിശേഷതയൊക്കെ വിശദീകരിക്കാനാണ് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഒന്നും കൂടെ പറയുന്നു, ഓർബിറ്റലും അതുപോലെ ഇലക്ട്രോണും. ആരൊക്കെയാ? ഓർബിറ്റലും ഇലക്ട്രോണും. അതിൻ്റെയൊക്കെ സവിശേഷതകൾ വിശദീകരിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ദി നമ്പർ വിച്ച് ആർ യൂസ്ഡ്, നമ്പറാണ്, ഇത് സംഖ്യകളാണ്. നമ്പർ വിച്ച് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ്, വിവരിക്കുന്നു. എന്തിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർബിറ്റൽസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർബിറ്റൽ, ഓർബിറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഓർബിറ്റലിൻ്റെ സവിശേഷതകൾ, അതുപോലെ ആൻഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ പ്രത്യേകതകൾ ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആർ കാൾഡ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ഇതും +1 പഠിക്കൂ. സ്ട്രക്ചർ ഓഫ് ആറ്റം പാഠത്തിനകത്താണ് പഠിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനകത്തുള്ള കാര്യങ്ങളെ ആസ്പദമാക്കി ഇവർ എന്താണ് ഓർബിറ്റലിൻ്റെയും അതുപോലെ ഇലക്ട്രോണിൻ്റെയും ഒക്കെ സവിശേഷത വിശദീകരിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ക്വാണ്ടം നമ്പർ പ്രധാനമായിട്ടും 4 ഉണ്ട്. അത് +1 പഠിക്കും. 4ാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ, അതിനെക്കുറിച്ച് +1 പഠിക്കും. ഇവിടെ നമുക്ക് തൽക്കാലം 3 ഉള്ളൂ. ഒന്ന് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ N ആണ്. 2 അസീമുത്തൽ ക്വാണ്ടം നമ്പർ. അസീമുത്തൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് L ആണ്, സ്മോൾ ലെറ്റർ L ആണ്. 3 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ M ആണ്. അപ്പോൾ പ്രധാനമായിട്ടും എത്ര ക്വാണ്ടം നമ്പർ ഉണ്ട്? 3. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസീമുത്തൽ ക്വാണ്ടം നമ്പർ, magnetic quantum number, principal quantum number, azimuthal quantum number, and last one magnetic quantum number. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പോവാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത് ചെറിയ അക്ഷരം N ഉപയോഗിച്ചാണ്. ഓക്കെ, ഇനി എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? ഈ വിശദീകരണമൊന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാകും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലുകളെ അല്ലെങ്കിൽ മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഷെല്ലുകളെ അല്ലെങ്കിൽ മുഖ്യ ഊർജ്ജ നിലകളെ പ്രതിനിധീകരിക്കാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ഈസ് റെപ്രസെൻറ്റഡ് ദി ഷെല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എനർജി ലെവലിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ പണ്ട് 9 പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഷെല്ലിലാണ്. ഓക്കെ, ആ ഷെൽ, അതായത് ഏതൊക്കെ ഷെല്ലുണ്ട്? പ്രധാനമായിട്ടും 4 ഷെല്ലുണ്ട്, പഠിച്ചിട്ടുണ്ട്. K ഷെൽ, L ഷെൽ, M ഷെൽ, N ഷെൽ. ഒന്നാമത്തെ ഷെല്ല് K ഷെൽ, രണ്ടാമത്തെ ഷെല്ല് L ഷെൽ, മൂന്നാമത്തെ ഷെല്ല് M ഷെൽ, നാലാമത്തെ ഷെല്ല് N ഷെൽ. K ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2, L ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം
8, എം ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 18, എൻ ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 32. ഇത് കണക്കാക്കാനുള്ള സമവാക്യം ഇക്വേഷൻ 2n². ഇതൊക്കെ 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വിലകളെന്ന് സ്മോൾ എന്നിൻ്റെ വിലകളെന്ന് പറഞ്ഞാൽ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 1 2 3 4 അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും ആവാം. n 1 വന്നാൽ സ്മോൾ ലെറ്റർ n 1 വന്നാൽ അത് കെ ഷെല്ലായിരിക്കും, n 2 വന്നാൽ അത് എൽ ഷെല്ലായിരിക്കും, n 3 വന്നാൽ അത് എം ഷെല്ലായിരിക്കും, n 4 വന്നാലോ അത് എന്താണ് എൻ ഷെല്ലായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത കോണ്ടന്റ് നമ്പറാണ് അസീമുത്തൽ കോണ്ടന്റ് നമ്പർ. അസീമുത്തൽ കോണ്ടന്റ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ എൽ ആണ്. അസീമുത്തൽ കോണ്ടന്റ് നമ്പറിൻ്റെ മറ്റു പേരുകൾ +1 ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. എന്താണ്? സബ്സിഡറി കോണ്ടന്റ് നമ്പർ എന്ന് പറയും, ആംഗുലാർ മൊമെന്റം കോണ്ടന്റ് നമ്പർ എന്നൊക്കെ പറയും. തൽക്കാലം നിങ്ങൾ അസീമുത്തൽ കോണ്ടന്റ് നമ്പർ എന്ന് പഠിച്ചു വെച്ചാൽ മതി. സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസീമുത്തൽ കോണ്ടന്റ് നമ്പർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓർബിറ്റലിൻ്റെ ത്രിമാന ആകൃതിയെ സൂചിപ്പിക്കുന്ന ആകൃതി 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അതായത് ത്രിമാന ആകൃതി 3D, നിങ്ങൾ 3D പ്ലെയിൻ കണ്ടിട്ടില്ലേ, അതേപോലെ 3D ത്രിമാന ആകൃതിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 3D. ഓക്കെ, ത്രിമാന ആകൃതിയിലുള്ള ഓർബിറ്റലുകളെ ചേർത്ത് സബ് ഷെല്ലായിട്ടാണ് പരിഗണിക്കുന്നത്. എന്തൊരു ഷെല്ല്? സബ് ഷെൽ. ഷെല്ലിൻ്റെ അകത്ത ഷെൽ, അതിനെ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ. ഷെല്ലിൻ്റെ അകത്ത ഷെല്ലിനെ വിളിക്കുന്ന പേര് സബ് ഷെൽ. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഷെല്ലിനെ കുറിച്ചാണ് പഠിച്ചത്. പ്രധാനമായിട്ടും എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ല്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഷെല്ലിൻ്റെ അകത്ത ഷെല്ല്, ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഷെല്ല്, അതിനെ വിളിക്കുന്ന പേര് സബ് ഷെല്ല് എന്നാണ്. എന്തായിരുന്നാണ്? സബ് ഷെൽ എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എത്ര സബ് ഷെല്ലുകളുണ്ട്? 4 സബ് ഷെല്ലുണ്ട്, അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും എത്ര സബ് ഷെല്ലുകളുണ്ട്? 4 സബ് ഷെല്ലുകളാണുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 4 സബ് ഷെല്ലുണ്ട്. ഏതൊക്കെയാണത്? സ്പിഡഫ്, SPDF, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ആദ്യത്തെ സബ് ഷെല്ല് എസ് സബ് ഷെൽ, രണ്ടാമത്തെ സബ് ഷെല്ല് പി സബ് ഷെൽ, മൂന്നാമത്തെ സബ് ഷെല്ല് ഡി സബ് ഷെൽ, നാലാമത്തെ സബ് ഷെല്ല് എഫ് സബ് ഷെൽ. പ്രധാനമായിട്ടും എത്ര സബ് ഷെല്ലുകളുണ്ട്? 4 സബ് ഷെൽ. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വീടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വീടിനെ കുറിച്ച് പഠിച്ചെന്ന് വെച്ചോ. ഇക്കൊല്ലം നിങ്ങളുടെ റൂമിലെ കട്ടിലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഷെല്ലും സബ് ഷെല്ലും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ വീടിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ ഇക്കൊല്ലം നിങ്ങളുടെ വീട്ടിനകത്തുള്ള മുറിയിലെ കട്ടിലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതാണ് സബ് ഷെൽ. ഷെല്ലിനകത്തുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ എന്ന് വിളിക്കും. ഓക്കെ, പ്രധാനമായിട്ടും എത്ര സബ് ഷെല്ലുണ്ട്? 4 എണ്ണം. ഏതൊക്കെ? എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ, എഫ് സബ് ഷെൽ. പ്രധാനമായിട്ടും 4 സബ് ഷെല്ലുകളാണ് ഉള്ളത്. അപ്പോൾ അസിമുത്തൽ കോണ്ടന്റ് നമ്പറിനെ സൂചിപ്പിക്കുന്ന എൽ എന്നാണ്. അതവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർവചനവും കാര്യങ്ങളും ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എന്താണ്? ഡിഫൈൻസ് 3 ഡയമെൻഷണൽ ഷേപ്പ് ഓഫ് എ ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ 3 ഡയമെൻഷണൽ ഷേപ്പിനെയാണ് അത് പറയുന്നത്. ദി ഓർബിറ്റൽ ഹാവിങ് ഡെഫിനിറ്റ് 3 ഡയമെൻഷണൽ ഷേപ്പ് ആൻഡ് ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് 3 ഡയമെൻഷണൽ ഷേപ്പിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഡയമെൻഷണൽ ഷേപ്പിനെ വെച്ചുകൊണ്ട് അവർ എന്താക്കിയിട്ടുണ്ട്? സബ് ഷെൽ ആക്കിയിട്ടുണ്ട്. അതാണ് എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ ആൻഡ് എഫ് സബ് ഷെൽ എന്നവർ പറയുന്നത്. പിന്നെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ എൻ വില നോക്കിയാണ് നമ്മൾ എല്ലിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എന്നിൻ്റെ വില നോക്കിയിട്ടാണ് എല്ലിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ n-1 വരെ ആയിരിക്കും. ഓക്കെ, 0 മുതൽ n-1 വരെ ആയിരിക്കും. അതായത് എൻ വില നോക്കിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 0 വരാം, എന്നിൽ നിന്ന് 1 കുറച്ചത് വരെയുള്ള വിലകളാണ് എല്ലിന് വരേണ്ടത്. അതുപോലെ വേറൊരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ദയവായി നോക്കുക. ഇപ്പോൾ എല്ലിൻ്റെ വില 0 ആണെങ്കിൽ, ഇത് കാണാതെ പഠിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലിൻ്റെ വില 0 ആണെങ്കിൽ അത് എസ് സബ് ഷെല്ലാണ്. എല്ല് 0 വന്നാൽ അത് എസ് സബ് ഷെല്ലാണ്. എല്ല് 0 വന്നാൽ അത് എസ് സബ് ഷെല്ലാണ്. എല്ല് 0 വന്നാൽ അത് എസ് സബ് ഷെല്ലാണ്. എല്ല് 1 വന്നാൽ അത് പി സബ് ഷെല്ലാണ്. എല്ല് 2 വന്നാൽ അത് ഡി സബ് ഷെല്ലാണ്. എല്ല് 3 വന്നാൽ അത് എഫ് സബ് ഷെല്ലാണ്. ദയവായി ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എല്ല് 0 വന്നാൽ എസ് സബ് ഷെല്ല്, എല്ല് 1 വന്നാൽ പി സബ് ഷെല്ല്, എല്ല് 2 വന്നാൽ ഡി സബ് ഷെല്ല്, എല്ല് 3 വന്നാലോ എഫ് സബ് ഷെൽ ആയിരിക്കും. മനസ്സിലാക്കുക. അപ്പോൾ എല്ല് 0 വന്നാൽ എസ് സബ് ഷെല്ലാണ്. 0 അതായത് ഞാൻ പറഞ്ഞുതരാം. സബ് ഷെൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. സബ് ഷെല്ലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വണ്ടി യൂസ് ചെയ്യാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട്. അപ്പോൾ വണ്ടി പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയും വണ്ടി സ്പീഡിന് പോയി, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. വണ്ടി സ്പീഡിന് പോയി, സ്പീഡ് ഓഫ്, വണ്ടി സ്പീഡ് ഓഫ് ആയിട്ട് പോയി, സ്പീഡ് ഓഫ്. വാട്ട് ഈസ് സ്പീഡ് ഓഫ്? SPDF. പ്രധാനമായിട്ടും എത്ര സബ് ഷെൽ ഉണ്ട്? സ്പീഡ് ഓഫ്. ആ ഓർഡർ കിട്ടണം. സ്പീഡ് ഓഫ്, എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ,
എഫ് സബ് ഷെൽ. വണ്ടി എങ്ങനെ പോയടാ? സ്പീഡിന് പോയി. സ്പീഡ് ഓഫ്. SPDF. എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ ആൻഡ് എഫ് സബ് ഷെൽ. സ്പീഡ് ഓഫ്. അപ്പോൾ ആ സ്പീഡ് ഓഫിൽ എസ് വന്നാൽ എൽ വില പൂജ്യമാണ്. എസ് വന്നാൽ എൽ വില പൂജ്യമാണ്. എസ് വന്നാൽ എൽ വില എത്രയാണ്? പൂജ്യമാണ്. ഓക്കെ, എസ് വന്നാൽ എൽ വില പൂജ്യമാണ്. പി വന്നാൽ എൽ വില 1 ഡി വന്നാൽ എൽ വില 2 എഫ് വന്നാൽ എൽ വില 3 മനസ്സിലാക്കുക. എസ് 0, എസിന് എൽ വിലയാണ് ഞാൻ പറയുന്ന എൽ വില. അസിമുത്തൽ കോണ്ട നമ്പർ എൽ വില എസിന് 0, പിക്ക് 1, ഡിക്ക് 2, എഫിന് 3. ഓക്കെ, അപ്പം വണ്ടി എങ്ങനെ പോകണ്ട? സ്പീഡിന് പോയി. സ്പീഡ് ഓഫ്. SPDF. ഓക്കെ, എസിന് എൽ വില 0, പിക്ക് ആകുമ്പോൾ 1 വെച്ച് കൂടി വാ. പിക്ക് ആകുമ്പോൾ 1 ആവും, ഡിക്ക് ആകുമ്പോൾ 2 ആവും, എഫിനാകുമ്പോൾ 3 ആവും. ഓക്കെ, ഇനി അവിടെ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ വാല്യൂ റേഞ്ചസ് ഫ്രം ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, n-1 വരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n1 ആണെന്ന് വെച്ചോ. n1 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കേഷനിലാണ്. അപ്പോൾ n1 ആണെങ്കിൽ എൽ വില, അസിമുത്തൽ കോണ്ട നമ്പർ എൽ വില എന്ന് പറയുന്നത് n-1 വരെ വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1-1 എത്രയാണ്? 0 വരുന്നത്. 0 എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെല്ലാണ് വരുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം n2 ആണെന്ന് വെച്ചോ. n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. കെ ഷെൽ, എൽ ഷെല്ലിൽ ആരൊക്കെ വരാം? എൽ വില നോക്കുക. എൽ വില 0 to n-1 ആണ്. അപ്പോൾ 0 to 2 1 കുറയ്ക്കുക, 1 കിട്ടും. ഓക്കെ, അപ്പോൾ 0യും വരാം, 1ഉം വരാം. അതായത് എസും വരാം, പിയും വരാം. ഓക്കെ, n2 വന്നാൽ എസും വരാം, പിയും വരാം. മനസ്സിലാക്കുക. n2 വന്നാൽ എസും വരാം, പിയും വരാം. ദെൻ n3 വന്നാൽ എൽ വില എവിടെയൊക്കെ വരും? 0 to n-1. ഓക്കെ, 0 മുതൽ n-1 വരെ. 0 മുതൽ n3 ആണ്, 3-1. 3-1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം 0 മുതൽ 2 വരെയുള്ള വിലകൾ വരാം. 0 വരാം, 1 വരാം, 2 വരാം. അതായത് n3 എന്ന് പറഞ്ഞാൽ എം ഷെല്ലാണ്. എം ഷെല്ലിൽ ആരൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. എൽ വിലകൾ 0 എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെൽ വരാം, 1 എന്ന് പറഞ്ഞാൽ പി സബ് ഷെൽ വരാം, 2 എന്ന് പറഞ്ഞാൽ ഡി സബ് ഷെൽ വരാം. ഓക്കെ, n4 വന്നാൽ അതായത് എൻ ഷെല്ലാണ്. കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെല്ലിൽ എൽ വില ഏതൊക്കെ വരാം? 0 to n-1. 0 തൊട്ട് 4-1. 4-1 എന്ന് പറഞ്ഞാൽ 3. 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അപ്പോൾ ഏതൊക്കെ സബ് ഷെല്ലുകൾ വരാം? എസ് സബ് ഷെൽ വരാം, പി സബ് ഷെൽ വരാം, ഡി സബ് ഷെൽ വരാം, ദെൻ എഫ് സബ് ഷെൽ വരാം. ഓക്കെ, ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, പ്രിൻസിപ്പൽ കോണ്ട നമ്പർ n1 വന്നാൽ അത് ഏത് ഷെല്ലാണ്? കെ ഷെല്ലാണ്. അപ്പം എൽ വില എന്താണ്? 1-1 0. അത് ഏത് സബ് ഷെല്ലാണ്? എസ് മാത്രമേ വരൂ. അതേസമയം രണ്ടാമത്തെ ഷെല്ലെന്ന് പറയുന്നത് എൽ ഷെല്ലാണ്. എൽ ഷെല്ലിൽ ഏതൊക്കെ വരാം? ആലോചിച്ച് നോക്ക്. 0 വരാം, 1 വരാം, അതായത് എസും വരാം, പിയും വരാം. എമ്മിൽ ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, അതായത് എസ് സബ് ഷെൽ വരാം, പി സബ് ഷെൽ വരാം, ദെൻ ഡി സബ് ഷെൽ വരാം. അടുത്ത എൻ ഷെല്ലിൽ ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ദാറ്റ് ഈസ് എസ് സബ് ഷെൽ വരാം, പി സബ് ഷെൽ വരാം, ഡി സബ് ഷെൽ വരാം. ലാസ്റ്റ് വൺ ഈസ് എഫ് സബ് ഷെൽ വരെയും നമുക്ക് വരുത്താൻ പറ്റും. ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. വിച്ച് സബ് ഷെൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഈച്ച് പെയർ ഓഫ് കോണ്ടന്റ് നമ്പർ വാല്യൂസ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തേക്കുന്ന വെച്ചിട്ട് ഇത് ഏത് ആ സബ് ഷെൽ ഏതെന്ന് എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സബ് ഷെൽ ഏതെന്ന് എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എൻ വിലയും എൽ വിലയും തരും. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, എൻ വിലയും എൽ വിലയും തരും. എൻ വിലയും എൽ വിലയും ഉപയോഗിച്ചുകൊണ്ട് സബ് ഷെൽ ഏതാണെന്ന് കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, n1 വന്ന് l0 വന്ന്. ഓക്കെ, n1 വന്ന് l0 വന്ന്. ഈ n ആണ് ആദ്യം എഴുതാനുള്ളത്. പറയുന്നത് മനസ്സിലാക്കുക, എൻ വിലയാണ് ആദ്യം എഴുതാനുള്ളത്. നമ്മൾ ഈ സബ് ഷെല്ലിൻ്റെ ഇത് എഴുതുമ്പോൾ എൻ വിലയാണ് ആദ്യം എഴുതാനുള്ളത്. മനസ്സിലാക്കുക, എൻ വില ആദ്യം എഴുതണമെന്ന് പറഞ്ഞാൽ 1 ആദ്യം എടുത്ത് എഴുതണം. ഓക്കെ, l0 അല്ലേ? l0 എന്ന് പറഞ്ഞാൽ ഏത് സബ് ഷെല്ലാണ്? എസ് സബ് ഷെല്ലാണ്. ഏത് സബ് ഷെല്ലാണ്? എസ് സബ് ഷെല്ലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 1s എന്ന് കിട്ടും. എന്തായാലും കിട്ടും? 1s എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായ എന്തോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. n1 അപ്പം ആ 1 ആദ്യം എടുത്തെഴുതണം. l0 എന്ന് പറഞ്ഞാൽ ഏത് സബ് ഷെല്ലാണ്? എസ് സബ് ഷെൽ പാനലാണ്. അപ്പോൾ 1s ആണ് ആ സബ് ഷെൽ എന്ന് പറയുന്നത്. ഇത് അടുത്ത നോക്ക്, n2 l1. n2 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 2 വേണം എടുത്തെഴുതാനുള്ള. അപ്പോൾ 2 എടുത്ത് എഴുതി. l1 ആണ്. l1 എന്ന് പറഞ്ഞാൽ അത് പി സബ് ഷെല്ലാണ്. അപ്പോൾ 2p എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇത് തിരിച്ചും ചോദിക്കും. ഈ സബ് ഷെല്ല് തന്നിട്ട്
എന്നിൻ്റെ എല്ലിൻ്റെ വില കണ്ടുപിടിക്കാൻ ചോദിക്കും. സബ്ഷെല്ല് തന്നിട്ട് എന്നിൻ്റെ എല്ലിൻ്റെ വില കണക്കാക്കാൻ പറയും. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് കൺഫേം ആയിട്ട് ചോദിക്കുന്ന മേഖലയാണ്. ഇവിടം തൊട്ട് പഠിച്ചോളണം. നേരത്തെ ഉള്ളതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് തൊട്ടാണ് പഠിക്കാനുള്ള മാക്സിമം കാര്യം. ഇത് തൊട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ 2S എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെല്ലിൻ്റെ അകത്ത ഷെല്ലിനെ വിളിക്കുന്നവരാണ് സബ് ഷെല്ല്. പ്രധാനമായിട്ടും എത്ര സബ് ഷെല്ലുകളുണ്ട്? എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, ഡി സബ് ഷെല്ല്, എഫ് സബ് ഷെല്ല്, അങ്ങനെ മൊത്തം 4 സബ് ഷെല്ലുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ എൻ എന്ന് പറഞ്ഞാൽ എൻ വില എന്ന് പറഞ്ഞാൽ സ്മാൾ എൻ വില, അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കിടക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ആണ്ട 2S മുന്നിൽ കിടക്കുന്ന 2 ആണ്. അപ്പോൾ 2 ആണ് എൻ വില, 2 ആണ് എൻ വില. എൽ വില എന്ന് പറയുന്നത് എസിൻ്റെ എൽ വില 0, അപ്പോൾ എൽ 0. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ബി ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ നോക്ക്. 4P മുന്നിൽ കിടക്കുന്നത് 4 ആണ്. സോ എൻ വില 4. പി ആണ്, പി എന്ന് പറഞ്ഞാൽ എൽ വില നോക്കണം. എൽ വില പി സബ് ഷെല്ലാണ്. അപ്പോൾ പി സബ് ഷെല്ലിൻ്റെ എൽ വില എന്ന് പറയുന്നത് 1 ആണ്. മനസ്സിലാക്കണം, 1 ആണ്. ഓക്കെ, അടുത്ത 3D. അടുത്ത ക്വസ്റ്റ്യൻ 3D ആണ്. 3Dയുടെ എൻ വില എന്ന് പറയുന്നത് മുന്നിൽ കിടക്കുന്ന 3 ആണ്. എൽ എന്ന് പറയുന്നത് എത്രയാണ്? ഡി അല്ലേ? ഡി ആകുമ്പോൾ എൽ വില എത്രയാണ്? 2 ആണ്. അടുത്ത 5F, മുന്നിൽ കിടക്കുന്ന 5 ആണ് എൻ വില, സ്മാൾ എൻ. എൽ എത്രയാണ്? എഫ് അല്ലേ? എഫ് ആകുമ്പോൾ 3 വരും. ഇത് സംഗതി ഇതിൽ പഠിക്കാനുള്ളത് ഫ്രണ്ടിൽ കിടക്കുന്നത് എൻ വിലയാണ്. ഓക്കെ, എൽ വില നമ്മൾ ഓർഡർ അങ്ങ് പഠിച്ചാൽ മതി. വണ്ടി എങ്ങനെ പോകണ്ടാ? സ്പീഡിന് പോണ്. സ്പീഡ് ഓഫ്. എസിൻ്റെ എൽ വില 0, പിയുടേത് 1, ഡിയുടേത് 2, എഫിൻ്റെ 3. വണ്ടി എങ്ങനെ പോകണം? സ്പീഡ് ഓഫ് 0, 1, 2, 3. അതാണ് എൽ വില. അത് വെച്ച് സെറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും. കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. ഓക്കെ ആണല്ലോ? ഞാൻ ഒരു കാര്യം ഒന്ന് അകത്തോട്ട് കയറി പഠിപ്പിക്കുകയാണ്. ഓക്കെ, എസ് സബ് ഷെൽ, വണ്ടി എങ്ങനെ പോകുന്നു? സ്പീഡിന് പോകണ്ടാ. വണ്ടി എങ്ങനെ പോകണ്ടാ? സ്പീഡിന് പോകുന്നു. എസ് സബ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് സബ് ഷെല്ലിൽ കൊള്ളുന്ന, നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? അതായത് കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, എൻ ഷെല്ലുണ്ട്. കെയിൽ കൊള്ളുന്ന ഇലക്ട്രോൺ 2 ആണ്, എല്ലിൽ കൊള്ളുന്ന 8 ആണ്, എമ്മിൽ കൊള്ളുന്ന 18 ആണ്, എന്നിൽ കൊള്ളുന്ന 32 ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോർഷനാണ് ഇവിടെ കിടക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ എസ് സബ് ഷെൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷെല്ലിൻ്റെ അകത്ത ഷെല്ലാണ് സബ് ഷെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ സബ് ഷെല്ലിലും ഇലക്ട്രോണുകൾ കൊള്ളുന്നതിനൊരു മാനദണ്ഡമുണ്ട്. എസ് സബ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. എസ് സബ് ഷെല്ലിൽ 2ൽ കൂടുതൽ ഇലക്ട്രോൺ കൊള്ളത്തില്ല, കൊള്ളമാട്ടെ. പി സബ് ഷെല്ലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. പി സബ് ഷെൽ കണ്ടെയ്ൻ 6 ഇലക്ട്രോൺ. 6 വരെ കൊള്ളുമെന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലാക്കുക. എസിൽ 2 എണ്ണം കൊള്ളും. എസിൽ 1 ഇലക്ട്രോണും കൊള്ളാം, വേണമെങ്കിൽ 2 ഇലക്ട്രോണും കൊള്ളാം. ഓക്കെ, ഇപ്പോൾ 1 ലിറ്റർ കൊള്ളുന്ന കുപ്പിക്കകത്ത് എത്ര ലിറ്റർ വെള്ളമേ കൊള്ളുള്ളൂ? 1 ലിറ്ററേ കൊള്ളത്തുള്ളൂ. 5 ലിറ്റർ കൊള്ളുന്ന കുപ്പിക്കകത്ത് എത്ര ലിറ്റർ വെള്ളമേ കൊള്ളത്തുള്ളൂ? 5 ലിറ്ററേ കൊള്ളത്തുള്ളൂ. അതേപോലെ എസിൽ എത്ര ഇലക്ട്രോൺ വരെ പരമാവധി കൊള്ളാം? 2 ഇലക്ട്രോൺ. 1 കൊള്ളാം, 2 കൊള്ളാം. പിയിൽ എത്ര ഇലക്ട്രോൺ പരമാവധി കൊള്ളാം? 6 ഇലക്ട്രോൺ കൊള്ളാം. 1 കൊള്ളാം, 2 കൊള്ളാം, 3 കൊള്ളാം, 4 കൊള്ളാം, 5 കൊള്ളാം, 6 കൊള്ളാം, അങ്ങനെയാണ്. ഡി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളാം? 10 എണ്ണം. 1, 2, 3, 4 അങ്ങനെ 10 വരെ ഇലക്ട്രോണുകൾ കൊള്ളാം. 10ൽ കൂടുതൽ കൊള്ളൂല, 11 പറ്റൂല. 1 ലിറ്റർ കൊള്ളുന്ന കുപ്പിക്കകത്ത് 1 ലിറ്റർ അല്ലേ ഒഴിക്കാൻ പറ്റൂ? 2.5 ലിറ്റർ ഒഴിക്കാൻ പറ്റുമോ? ഇല്ല, മനസ്സിലാക്കുക. എഫ് സബ് ഷെല്ലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 14 ഇലക്ട്രോണാണ്. അതായത് എസ് സബ് ഷെൽ കണ്ടെയ്ൻ 2 ഇലക്ട്രോൺ. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണേ കൊള്ളൂ. അതേസമയം പി സബ് ഷെല്ലിലാണെങ്കിലോ 6 ഇലക്ട്രോൺ കൊള്ളും. ഡി സബ് ഷെല്ലിലാണെങ്കിലോ 10 ഇലക്ട്രോൺ കൊള്ളും. എഫ് സബ് ഷെല്ലിലാണെങ്കിലോ 14 ഇലക്ട്രോണുകളാണ് കൊള്ളുന്നത്. അപ്പം ബാക്കി എല്ലാത്തിലും 4 കൂട്ടി എടുക്കണം. ഓക്കെ, എസ് സബ് ഷെല്ലിൽ 2, പിയിലാണെങ്കിൽ 4 കൂട്ടി 6, ഡിയിലാണെങ്കിൽ വീണ്ടും 4 കൂട്ടി 10, എഫിലാണെങ്കിൽ വീണ്ടും 4 കൂട്ടി 14 ഇലക്ട്രോണുകളാണ് കൊള്ളുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാം. മറ്റേ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺ എന്നുള്ള ഒരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ എസ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ 2 ആണ്, ബാക്കിയെല്ലാം 4 കൂട്ടണം. പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. വണ്ടി എങ്ങനെ പോകണ്ടടാ? സ്പീഡിന് പോണടാ എന്നുള്ള ഒരു ടെക്നിക്ക് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ അത് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ തന്നെ നോക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഇപ്പോൾ കെയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊള്ളും. എസിൽ അപ്പോൾ ഒന്നാമത്തെ ഷെല്ലാണല്ലോ, ഒന്നാമത്തെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എൻ ആണല്ലോ കെ വരുന്നത്. ആ കെയിൽ എസ് മാത്രമേ വരത്തുള്ളൂ, എസ് സബ് ഷെൽ മാത്രമേ വരത്തുള്ളൂ. അതായത് എൽ വില 0ആണ്, 1 - 1 0ആണ്. എസ് മാത്രമേ വരത്തുള്ളൂ, 2 ഇലക്ട്രോണേ കൊള്ളത്തുള്ളൂ. അപ്പോൾ കെയിലും 2 ഇലക്ട്രോൺ, എസിലും 2 ഇലക്ട്രോൺ. അതേസമയം എല്ലിൽ 8 ഇലക്ട്രോൺ കൊള്ളും.
8 ഇലക്ട്രോൺ കൊള്ളും. അതെങ്ങനെ 8 ഇലക്ട്രോൺ വന്നെന്ന് വെച്ചാൽ എസും പിയും കൂടെ ചേർന്നാണ് 8 വരുന്നത്. മനസ്സിലാക്കുക. അതായത് എൽ എന്ന് പറയുന്ന ഷെല്ലാണ്. ഷെല്ലിൻ്റെ ഉള്ളിലാണ് സബ് ഷെല്ല് കാണപ്പെടുന്നത്. ഷെല്ലിൻ്റെ ഉള്ളിൽ. അതായത് എൽ ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺ വരണം. ആ എൽ ഷെല്ലിനകത്ത് ഏതൊക്കെ സബ് പാനലുണ്ട്? എസ് പാനലും ഉണ്ട്, പി പാനലും ഉണ്ട്. അതായത് എസ്സിൽ എത്ര ഇലക്ട്രോൺ നേരത്തേക്ക് കൊള്ളും എന്ന് പറഞ്ഞ് 2, ബാക്കിയെല്ലാം 4 കൂട്ടണം. പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 6. 6ഉം 2ഉം കൂട്ടിയ 8. ആ 8 ഇലക്ട്രോണാണ് എല്ലിൽ കൊള്ളുന്നത്. അതായത് എല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? 0, 1. അതായത് 0 എന്ന് പറഞ്ഞാൽ എസ് സബ് ഷെല്ലും, പി മറ്റേതെന്ന് പറഞ്ഞാൽ പി സബ് ഷെല്ലും. ഓക്കെ, n-1, 0 to n-1, 2 - 1 1. അപ്പോൾ എസും പിയും വരും. അടുത്ത മൂന്നാമത്തേൽ 18 ഇലക്ട്രോൺ ആണ് വരാനുള്ള. എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ വരണം. അപ്പോൾ എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ വരണമെങ്കിൽ അതിൽ എസും പിയും ഡിയും വരണം. എസ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2. പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 6. ഡിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 10. മൂന്നും കൂടെ കൂട്ടിയാണ് 2 + 6 + 10. 2ഉം 6ഉം കൂട്ടിയ 8. 8ഉം 10ഉം ആൻസർ 18 ഇലക്ട്രോൺ ആണ് എം ഷെല്ലിൽ വരേണ്ടത്. മനസ്സിലാക്കുക, എം ഷെല്ലിൽ വരേണ്ടത് 18 ഇലക്ട്രോൺ ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ആ 18 ഇലക്ട്രോൺ എസ് പി ഡി പാനലിൽ വരും. അതാണ് 0 to, ഇപ്പോൾ എൻ വില 3 വരുമ്പോഴത്തേക്കും 0 to n-1, 0 to 3 - 1 2, 0 to 2 വരെയുള്ള എൽ വില, അതായത് എസും പിയും ഡിയും അങ്ങനെയാണ് വരുന്നത്. എന്നിൽ 32 ആണ്. എന്നിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 32 ആണ്. അതിനകത്ത് 4 എണ്ണം വരും. ഓക്കെ, 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ കൊള്ളും, ഡിയിൽ 10 ഇലക്ട്രോൺ കൊള്ളും, എഫിൽ 14 ഇലക്ട്രോൺ. എല്ലാം കൂടെ കൂട്ടിയാണ് 2 + 6, 6ഉം 2ഉം 8, 8 + 10, 8ഉം 10ഉം 18, 18 + 14, 18 4 22ഉം 10ഉം 32. അപ്പോൾ എൻ ഷെല്ലിൽ 32, ഇവിടെ 32. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിപാടി. അതായത് നോക്കുക, എസ് തുടങ്ങുന്ന 1-ലാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1-ലാണ് എസ് തുടങ്ങുന്നത്. ഓക്കെ, 1-ലാണ് എസ് തുടങ്ങുന്നത്. 2-ലാണ് ഏത് തുടങ്ങുന്നത്? നോക്ക്, പി തുടങ്ങുന്നത്. 2-ലാണ് പി തുടങ്ങുന്നത്. പക്ഷേ 2-ൽ പി മാത്രമല്ല ഉള്ളത്, എസും വരും, പിയും വരും, നേരത്തെ ഉള്ളതും വരും, പിന്നെ പിയും വരും. 3-ലാണ് ആര് തുടങ്ങുന്നത്? ഡി തുടങ്ങുന്നത്. 3-ലാണ് ആര് തുടങ്ങുന്നത്? ഡി തുടങ്ങുന്നത്. പക്ഷേ 3-ൽ ഡി തുടങ്ങുമ്പോൾ നേരത്തെ ഉള്ള 2ഉം വരും, എസും വരും, പിയും വരും, ഡിയും വരും. 4-ലാണ് ഏത് തുടങ്ങുന്നത്? എഫ് തുടങ്ങുന്നത്. 4ാമത്തെ നമ്പർ, അതായത് n4-ലാണ് എഫ് തുടങ്ങുന്നത്. എൻ വില 4-ലാണ് എഫ് വില തുടങ്ങുന്നത്. പക്ഷേ എഫ് മാത്രമല്ല ഇവിടെ വരുന്നത്. 4ാമത്തെ ആ ഒരു ഇതിൽ 4ാമത്തെ എൻ വിലയിൽ ഏതൊക്കെ വരും? എസ് സബ്ഷെല്ലും വരും, പി സബ്ഷെല്ലും വരും, ഡി സബ്ഷെല്ലും വരും, എഫ് സബ്ഷെല്ലും വരും. 4 എണ്ണം വരും. മനസ്സിലാക്കുക. അപ്പോൾ എസ് തുടങ്ങുന്ന 1-ൽ, പി തുടങ്ങുന്ന 2-ൽ, ഡി തുടങ്ങുന്ന 3-ൽ, എഫ് തുടങ്ങുന്നത് 4-ൽ. വണ്ടി എങ്ങനെ പോകണ്ടാ? സ്പീഡിന് പോകുന്നു. എസ് 1-ൽ തുടങ്ങും, പിയിൽ 2-ൽ തുടങ്ങും, ഡി 3-ൽ തുടങ്ങും, എഫ് 4-ൽ തുടങ്ങും. ഓക്കെ, ഇത് മനസ്സിലാക്കുക. എസ്സിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2. പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 6. ഡിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 10. എഫിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 14. ഈ ഒരു പാനൽ മനസ്സിലാക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. സംശയമുള്ളവർ എൻ്റെ ക്ലാസ്സിൽ വരുമ്പം ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇതിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ലെവൽ 1 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം, എല്ലാ ഷെല്ലിലും ഉള്ള സബ് ഷെൽ ഏതാണ്? നല്ല ക്വസ്റ്റ്യനാണ്. എല്ലാ ഷെല്ലിലും ഉള്ള സബ് ഷെൽ ഏതാണ്? ഇപ്പോൾ കെ ഷെല്ലിലും, എൽ ഷെല്ലിലും, എം ഷെല്ലിലും, എൻ ഷെല്ലിലും, എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന സബ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ യെസ്. ദാ നോക്ക്, കെയിൽ എസ് ഉണ്ട്, എല്ലിൽ എസ് ഉണ്ട്, എമ്മിലും ഉണ്ട് എസ്, എന്നിലും ഉണ്ട് ആര്? എസ്. എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന സബ് ഷെൽ ഏതാണ്? ഇതാണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന സബ് ഷെൽ, വിച്ച് സബ് ഷെൽ ഈസ് ഫൗണ്ട് ഇൻ ആൾ ഷെൽ? ഏതാണ് ആൻസർ? എസ് സബ് ഷെല്ലാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ദെൻ ലാസ്റ്റ് കോണ്ടന്റ് നമ്പർ, അവസാനത്തെ കോണ്ടന്റ് നമ്പറിന്റെ പേര് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്നാണ്. അവസാനത്തെ കോണ്ടന്റ് നമ്പറിന്റെ പേര് എന്തിനാണ്? പറയണം. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്നാണ്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിനെ എം എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്തിനാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഓർബിറ്റലിന്റെ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഉപയോഗിക്കുന്നത്. ഓറിയന്റേഷൻ, ഓർബിറ്റൽ ഓറിയന്റേഷൻ, ഓർബിറ്റലിന്റെ ഓറിയന്റേഷനിൽ വരുന്ന വ്യത്യാസത്തെ സൂചിപ്പിക്കാനാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഈസ് ഡിനോട്ടഡ് യൂസിങ് ദി സിമ്പൽ എം. സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദി കോണ്ടന്റ് നമ്പർ ദാറ്റ് റെപ്രസെന്റ് ദി ഡിഫറൻസ് ഇൻ ദി ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഓക്കെ, ഓറിയന്റേഷൻ, ഓർബിറ്റലിന്റെ ഓറിയന്റേഷന്റെ ഡിഫറൻസിനെ സൂചിപ്പിക്കാനാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഉപയോഗിക്കുന്നത്. എന്താണ്? ഓറിയന്റേഷൻ, ഓർബിറ്റലിന്റെ ഓറിയന്റേഷനിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എം. ഓക്കെ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ എം ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എം കണ്ടെത്താനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: 2l + 1
വാല്യൂസ് ഉണ്ട്, എമ്മിനകത്ത് 2l+1 വാല്യൂസ് ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് +1 പഠിക്കും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഈ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഓറിയൻറ്റേഷൻ എത്രയാണെന്ന് കണക്കാക്കാനായിട്ട് ചോദിക്കും. അത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വെച്ചാണ് കണക്കാക്കാനുള്ളത്. അവിടെ നമുക്ക് ഈ ഇക്വേഷൻ വേണ്ടതായിട്ട് വരും. അതായത് ഏത് ഇക്വേഷൻ? 2l+1 എന്നുള്ള ഇക്വേഷൻ നമുക്ക് വേണ്ടിയിട്ട് വരും. ഓക്കെ, 2l+1 മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ m = 2l+1. 2 ഇൻറ്റു എൽ ഏതാണ്? അസീമുത്തൽ കോണ്ടന്റ് നമ്പറാണ്. ഓക്കെ, l+1. ഓക്കെ, 2l+1 വാല്യൂസ് ആണ്. അത്രയും ഓറിയൻറ്റേഷൻസ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇപ്പം എസ് ഓർബിറ്റൽ, ഇത് എസിനും പിനും ഡിനും എഫിനും എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് സ്ഥിരമായ വിലകളായിരിക്കും. ഇപ്പോൾ എസ് ഓർബിറ്റൽ ആണെങ്കിൽ നോക്കൂ, എസ് ഓർബിറ്റൽ ആണെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എസ് ഓർബിറ്റൽ എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എസ് സബ്ഷെൽ എടുത്താൽ അവിടെ എൽ പൂജ്യവും. നിങ്ങൾക്കറിയാം എൽ പൂജ്യമാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞു എസ് തുടങ്ങുന്ന 1-ലാണ്, പി തുടങ്ങുന്ന 2-ലാണ്, ഡി തുടങ്ങുന്ന 3-ലാണ്, എഫ് തുടങ്ങുന്ന 4-ലാണ് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് അവിടുത്തെ അസീമുത്തൽ കോണ്ടന്റ് നമ്പർ അഥവാ എൽ എന്ന് പറയുന്നത് എസിൻ്റെ എൽ പൂജ്യമാണ്, ബാക്കിയെല്ലാം 1 കൂട്ടിപ്പോണം. 0, 1, 2, 3 ആണ്. അവിടെ 1, 2, 3, 4 എന്നല്ല കൊടുക്കാനുള്ള, മറിച്ച് എൽ എസിന് പൂജ്യമാണ്, പിക്കാകുമ്പോൾ 1 ആവും, ഡിക്കാകുമ്പോൾ 2 ആവും, എഫിനാകുമ്പോൾ 3 ആവും. അവിടെ തെറ്റിക്കരുത്, അതൊരു വെറൈറ്റി സാധനമാണ്. അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത്. നേരെ മറിച്ച് എസ് തുടങ്ങുന്ന 1-ലാണ്, പി തുടങ്ങുന്ന 2-ലാണ്, ഡി തുടങ്ങുന്ന 3-ലാണ്, എഫ് തുടങ്ങുന്ന 4-ലാണ്. അത് ഓക്കെ. ഓക്കെ, പക്ഷേ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എൽ 0 വന്നാൽ എമ്മിൻ്റെ വില നമുക്ക് നോക്കാം. എമ്മിൻ്റെ വില എന്ന് പറയുന്നത് 2l+1 വാല്യൂസ് ഉണ്ട്. അതായത് 2 ഇൻറ്റു എൽ 0 അല്ലേ, 2 ഇൻറ്റു 0+1. 2 ഇൻറ്റു 0 0 ആവും, 0ത്തിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1. അപ്പോൾ ഒറ്റ വാല്യൂവേ ഉള്ളൂ. അതായത് എൽ 0 വന്നാൽ എസ് ഓർബിറ്റലിന് ഒരു വാല്യൂവേ ഉള്ളൂ, ഒരു വാല്യൂവേ ഉള്ളൂ. ഓക്കെ, ഒറ്റ വാല്യൂവേ ഉള്ളൂ, മനസ്സിലാക്കുക, ഒറ്റ വാല്യൂ. അതായത് സോ എസ് ഓർബിറ്റൽ ഹാസ് 1 ഓറിയൻറ്റേഷൻ. എസ് ഓർബിറ്റലിന് ഒരു ഓറിയൻറ്റേഷനേ ഉള്ളൂ, മനസ്സിലാക്കുക. അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. എസ് ഓർബിറ്റലിനാണെങ്കിൽ അതിന് ഒറ്റ ഓറിയൻറ്റേഷനേ ഉള്ളൂ, മനസ്സിലാക്കുക. പി ഓർബിറ്റലാണെങ്കിൽ നമുക്ക് നോക്കാം. പി ഓർബിറ്റലാണെങ്കിൽ നോക്കാം, എൽ വില 1 ആണ്. പി ഓർബിറ്റലിന് എൽ വില എത്രയാണ് നോക്കുക, 1 ആണ്. എൽ വില 1 ആണ്. അപ്പോൾ എം കണ്ടെയ്ൻ 2l+1 വാല്യൂസ് ആണല്ലോ. എമ്മിനകത്ത് 2l+1, അതായത് 2 ഇൻറ്റു എൽ എത്രയാണ് നോക്ക്, 1 ആണ്. 2 ഇൻറ്റു 1 + 1, 2 ഇൻറ്റു 1 2, 2+1 3 എന്ന് കിട്ടും. അപ്പോൾ പി ഓർബിറ്റലാണെങ്കിൽ 3 വിലകളാണുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക, അതൊരു നോട്ട് എടുത്തൊക്കെ എഴുതി നോക്കിയാൽ കുറച്ച് മനസ്സിലാവും. ഓക്കെ, അടുത്ത ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റലാകുമ്പോൾ എൽ 2 ആണ്. എൽ 2 ആകുമ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എത്രയായിരിക്കും? 2l+1. 2 ഇൻറ്റു 2+1, 2 ഇൻറ്റു 2 4 +1 5 വിലകളാണുള്ളത്. ഓക്കെ, ഡി ഓർബിറ്റലിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. എഫ് ഓർബിറ്റലിനാണെങ്കിലോ, എഫ് ഓർബിറ്റലിന് എൽ എത്രയാണ്? 3 ആണ്. അപ്പം 2 ഇൻറ്റു 3+1, 2l+1 വില ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 3 6+1 ആൻസർ 7 വിലകളാണ് എഫ് ഓർബിറ്റലിന് ഉള്ളത്. ഓക്കെ, ഓക്കെ, പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എസ് സബ്ഷനിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പിയിൽ 6 ഉണ്ട്, ഡിയിൽ 10 ഉണ്ട്, എഫിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 14 ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ടേബിളാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ടേബിൾ അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ കൊടുത്തേക്കുന്നു. ഇപ്പോൾ എന്താണ് എസ് സബ്ഷനിൽ ഒരു ഓർബിറ്റൽ, എസ് സബ്ഷനിൽ ഒരു ഓർബിറ്റലും എസ് ഫസ്റ്റിൽ എസ് മാത്രമേ ഉള്ളൂ, സെക്കൻഡിലാണെങ്കിൽ എസും ബിയും വരും, എമ്മിലാണെങ്കിൽ എസും ബിയും ഡിയും വരും, എന്നിലാണെങ്കിൽ ഏതൊക്കെ വരും? എസും ബിയും ഡിയും എഫും, അങ്ങനെ 4 എണ്ണം വരും. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം. പിന്നെ ഈ ഓറിയൻറ്റേഷൻ വെച്ചിട്ടാണ് അവിടെ ആ ഒരു ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ എസ്സിലാണെങ്കിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഓക്കെ, ഒരു ഓർബിറ്റലേ ഉള്ളൂ. എല്ലിലാണെങ്കിൽ ഇപ്പോൾ പിയിൽ 3 എണ്ണം ഉണ്ടല്ലോ. ഓറിയൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം പറയുന്നത്. ശ്രദ്ധിക്കുക, ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, എഫ് ഓർബിറ്റൽ, ഓറിയൻറ്റേഷൻ അഥവാ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എസ് ഓർബിറ്റൽ ആണെങ്കിൽ 1 ആയിരിക്കും, പി ഓർബിറ്റൽ ആണെങ്കിൽ 3 ആയിരിക്കും, ഡി ഓർബിറ്റൽ ആണെങ്കിൽ 5 ആയിരിക്കും, എഫ് ഓർബിറ്റൽ ആണെങ്കിൽ 7 ആയിരിക്കും. ഒറ്റ സംഖ്യയാണ്. 1 3 5 7, 1 3 5 7, അതാണ് ഓറിയൻറ്റേഷൻ. എസ് ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ 1, പി ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ 3, ഡി ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ 5, എഫ് ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷൻ 7. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എസിൻ്റെത് 1ഉം പിയുടെ ഓറിയൻറ്റേഷൻ 3 ആണ്. 3 1 കൂട്ടിയാണ് അവരവിടെ എത്ര ഓർബിറ്റൽ ഉണ്ട്? 4 ഓർബിറ്റൽ ഉണ്ടെന്ന് എഴുതിയേക്കുന്നത്. അതേപോലെ എസ്സിന് 1, പിക്ക് എത്രയുണ്ട്? 3 ഉണ്ട്, ഡിക്ക് 5 ഉണ്ട്. 1 3 5 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 9 കിട്ടും. മറ്റേത് 1 3 5 7 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 16 കിട്ടും. ഓക്കെ, ഇത് സ്ക്വയർ ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. എന്താണ് അത്? ഇനി പറഞ്ഞുതരാം. അതായത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണക്കാക്കാനായിട്ട് എന്താണ് n² എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് എല്ലാം സ്ക്വയർ വാല്യൂസ് ആണ്. 1 4 9 16 എല്ലാം സ്ക്വയർ വാല്യൂസ് ആണ്. ഞാൻ കണ്ട അവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക.
ഹൗ മെനി ഓറിയൻറ്റേഷൻസ് ആർ പ്രസൻറ്റ് ഇൻ പി സബ്ഷെൽ. പി സബ്ഷെല്ലിലുള്ള ഓറിയൻറ്റേഷൻ ഏതൊക്കെയാണെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൗ മെനി ഓറിയൻറ്റേഷൻസ് ആർ പ്രസൻറ്റ് ഇൻ പി സബ്ഷെൽ. പി സബ്ഷെല്ലിലുള്ള ഓറിയൻറ്റേഷൻ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി സബ്ഷെല്ലിലുള്ള ഓറിയൻറ്റേഷൻ്റെ എണ്ണം കണ്ടെത്താൻ ഇൻ പി സബ്ഷെല്ലാണെങ്കിൽ എൽ വില 1 മനസ്സിലാക്കുക. എൽ വില എത്രയാണ് പറയണം? 1. എൽ വില 1. അപ്പോൾ എൽ വില 1 2l+1 ആണ്. അപ്പോൾ 2 × 1 +1, 2 × 1 2 +1 ആൻസർ ഈസ് 3 ആണ്. അപ്പോൾ പി ഓർബിറ്റലിന് എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട്? 3 ഓറിയൻറ്റേഷനാണ് ഉള്ളത്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും കൊടുത്തേക്കുന്നത്. കെ ഷെല്ലിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. എൽ ഷെല്ലിൽ എത്ര ഓർബിറ്റലുണ്ട്? 4 ഓർബിറ്റലുണ്ട്. എം ഷെല്ലിലാണെങ്കിൽ 9 ഓർബിറ്റലുണ്ട്. എൻ ഷെല്ലിലാണെങ്കിൽ 16 ഓർബിറ്റലുണ്ട്. അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഈ കെയിൽ എസ് മാത്രമേ ഉള്ളൂ. എല്ലിൽ എസും പിയും ഉണ്ട്. എമ്മിൽ എസും പിയും ഡിയും ഉണ്ട്. എന്നിൽ എസും പിയും ഡിയും എഫും ഉണ്ട്. 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എസ്സിൽ ഒരു ഓറിയൻറ്റേഷൻ അല്ലേ ഉള്ളൂ, അപ്പോൾ 1. എല്ലിലാണെങ്കിൽ എസും പിയും ഉണ്ട്. അപ്പോൾ എസിൻ്റെ ഓറിയൻറ്റേഷൻ 1ഉം പിൻ്റെ ഓറിയൻറ്റേഷൻ 3ഉം. 1ഉം 3ഉം കൂട്ടിയാണ് അത് 4 വരുന്നത്. എമ്മിലാണെങ്കിൽ 1ഉം 3ഉം 5ഉം ഡിയുടെ ഈ ഓറിയൻറ്റേഷൻ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എല്ലാം കൂടെ കൂട്ടിയാണ് ആ 9 വരുന്നത്. എൻ ആകുമ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 1, 3, 5, 7 എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ആ 16 എന്നുള്ള ആ ഒരു ഓറിയൻറ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം കണക്കാക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. ദി മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഇതൊന്ന് കാണാതെ പഠിക്കണം. ഓക്കെ, അതായത് ഓരോ ഓർബിറ്റലിലും ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടെത്താനായിട്ടുള്ള ശ്രദ്ധിക്കുക, മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും ഉള്ള ഓർബിറ്റലുകളുടെ എണ്ണം, ഓരോ ഷെല്ലിലും ഉള്ള പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം കണക്കാക്കാൻ n² ആണ്. ശരിയല്ലേ? n² ആണ്. മറ്റേ 1 അടുത്ത ഇതിലാണെങ്കിൽ 4 n² ആണ്. 2ൻ്റെ സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ാമത്തെ സ്ക്വയർ 1 തന്നെ. എൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4. എം എന്ന് പറഞ്ഞാൽ 3ാമത്തെയാണ്. 3ൻ്റെ സ്ക്വയർ 9. എൻ എന്ന് പറഞ്ഞാൽ 4. 4ൻ്റെ സ്ക്വയർ 16. അതാണ് ആ ഇക്വേഷൻ അങ്ങനെ കൊടുത്തേക്കുന്നത്, n². അതായത് n² എന്നാണ് പറയുന്നത്. n². ഓക്കെ, അപ്പോൾ കെയിനകത്തുള്ള എന്താണ് ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് n² ആണ്. ഓക്കെ, ഓരോ ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിൻ്റെ എണ്ണം, ഓരോ ഓരോ ഷെല്ലിനകത്തുള്ള ഓർബിറ്റലുകളുടെ എണ്ണം കണക്കാക്കാനുള്ള ഇക്വേഷൻ n² ആണ്. n². ഓക്കെ, ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ 1ൻ്റെ സ്ക്വയർ, രണ്ടാമത്തെ ആണെങ്കിൽ 2ൻ്റെ സ്ക്വയർ, മൂന്നാമത്തെ ആണെങ്കിൽ 3ൻ്റെ സ്ക്വയർ, നാലാമത്തെ ആണെങ്കിൽ 4ൻ്റെ സ്ക്വയർ. ഓക്കെ, അത് ഷെല്ലിനകത്തുള്ള ഓർബിറ്റലുകളുടെ എണ്ണം കണക്കാക്കാനാണ്. അത് നമുക്ക് മറ്റൊരു ഈ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കൂട്ടി നോക്കി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരോട് ഇക്വേഷനായിട്ട് തന്നു. അതുപോലെ ഇത് നിങ്ങൾ നേരത്തെ 9 പഠിച്ചിട്ടുണ്ട്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം കണക്കാക്കാൻ 2n² ആണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² ആണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² ആണ്. മനസ്സിലാക്കുക. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലുള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² ആണ്. അതുപോലെ ഓരോ ഓർബിറ്റലുകളിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കാണാതെ പഠിക്കണം. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. മനസ്സിൽ വേണം. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇത് പരീക്ഷയ്ക്ക് 1 വേർഡ് ആയിട്ട് ചോദിക്കും. ഓരോ ഓർബിറ്റിലും പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് ചോദിക്കും. ഓരോ ഓർബിറ്റലിലും പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് ചോദിക്കും. ആൻസർ 2 ആണ്. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓർബിറ്റൽ. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ that can be accommodated in each orbital. ഓരോ ഓർബിറ്റലിലും കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഓരോ ഓർബിറ്റലിലും കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എസ് സബ്ഷനിൽ 2 എണ്ണം കൊള്ളും, പിയിൽ 6 കൊള്ളും, ഡിയിൽ 10 കൊള്ളും, എഫിൽ 14 കൊള്ളും. അപ്പോൾ അത് കണക്കാക്കാനായിട്ട് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം, ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ്ഷെൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 × 2l+1 ആണ്. 2 × 2l+1 ആണ്. 2 × 2l+1 ആണ്. നിങ്ങളിപ്പോൾ എസ് കൊടുത്തു, എസ് ആണെങ്കിൽ എൽ 0 അല്ലേ? അപ്പോൾ 2 × 0 എത്രയാവും? 0 ആവും. 0+1 എന്നാവും. അപ്പോൾ 0+1 1 ആണ്. 1 × 2 2. ഓക്കെ, അപ്പോൾ എസ് സബ്ഷനിൽ കൊള്ളുന്ന ഇലക്ട്രോൺ 2 ആണ്. പി ഇതേപോലെ നിങ്ങൾ എല്ലിന് 1 ഇട്ട് കൊടുക്കും. അപ്പോൾ 2 × 1 + 1. 2 × 1 2, 2 + 1 3, 3 × 2 6. അപ്പോൾ പിയിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 6 എണ്ണം കൊള്ളും. ഇതേപോലെ എല്ലിന് വില ഇട്ട് കൊടുക്കുമ്പോൾ ഡിയിൽ 10 ആവും, എഫിൽ 10. നിങ്ങൾ അത് പഠിച്ചാൽ മതി. എസ് സബ്ഷനിൽ 2 എണ്ണം കൊള്ളും, പിയിൽ 6 കൊള്ളും, ഡിയിൽ 10 കൊള്ളും, എഫിൽ 14 കൊള്ളും. പിന്നെ ഇക്വേഷൻ
ചിലപ്പോൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് ഇതാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് കാണാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 2 × 2l+1 അതും കൂടെ പഠിക്കുക. ആ ടെക്സ്റ്റിനകത്തൊരു ബോക്സിൽ കിടക്കുന്ന ആ ടേബിളാണ് ഈ ഒരു ടേബിൾ. അതൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം n² ആണ്. ഓരോ ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ 2n² ആണ്. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ n² ആണ്. അതുപോലെ ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓർബിറ്റൽ 2 ആണ്. ഓക്കെ, ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ് ഷെൽ 2 × 2l+1. ഈ ഇക്വേഷൻസ് ഒന്ന് പഠിക്കുക. അതാണ്ട് അവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2. ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഇനി എനർജി ഇൻക്രീസിങ് ഓർഡറാണ്. ഊർജ്ജം കൂടി വരുന്ന ക്രമങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കെക്ക് ഏറ്റവും ഊർജ്ജം കുറവാണ്, എല്ലിന് കുറച്ചും കൂടെ ഊർജ്ജമുണ്ട്, എമ്മിന് കുറച്ചും കൂടെ ഊർജ്ജമുണ്ട്, എന്നിനാണ് ഏറ്റവും കൂടിയ ഊർജ്ജമുള്ളത്. അതുപോലെ എനർജി ഇൻക്രീസിങ് ഓർഡർ ഇൻ സബ്ഷെൽ എസ്സിന് കുറവാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ SPDF, വണ്ടി സ്പീഡിന് പോണ് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ എസ് സബ്ഷെലിന് എനർജി കുറവാണ്, പിക്ക് കുറച്ചും കൂടെ കൂടുതലാണ്, പിനെക്കാട്ടിയും കൂടുതലാണ് ഡിക്ക്, ഡീനെക്കാട്ടിയും കൂടുതലാണ് എഫിന്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഈ പാഠത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള മേഖല സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസത്തെക്കുറിച്ചാണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഈ നിങ്ങൾ കഴിഞ്ഞതിന് പഠിച്ചില്ല 281 282 283 അങ്ങനെ എഴുതുന്ന ഷെൽ ഇലക്ട്രോണിക വിന്യാസമാണ് 9ൽ പഠിച്ചത്. അത് ഷെല്ലാണ്, ഷെൽ, കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, അത് ഷെല്ലാണ്, ഷെൽ ഇലക്ട്രോണിക വിന്യാസമാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സബ് ഷെല്ലാണ്. ഷെല്ലിനകത്തുള്ള ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ല്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ് ഷെൽ ഇലക്ട്രോണിക വിന്യാസമാണ്. അപ്പോൾ അതിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇലക്ട്രോൺ നിറയുന്നത് ഊർജ്ജം കുറഞ്ഞ ഷെല്ലിൽ നിന്ന് ഊർജ്ജം കൂടിയ സബ് ഷെല്ലിലേക്കാണ്. ഓക്കെ, ഇലക്ട്രോൺ നിറയുന്നത് ഊർജ്ജം കുറഞ്ഞ സബ് ഷെല്ല്, ശ്രദ്ധിക്കുക, ഊർജ്ജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് ഊർജ്ജം കൂടിയ സബ് ഷെല്ലിലോട്ടാണ്. ഇലക്ട്രോൺ ഫിൽ ഫ്രം ദി ലോവർ എനർജി സബ് ഷെൽ ടു ഹയർ എനർജി സബ് ഷെൽ. ഓക്കെ, ഇലക്ട്രോൺ നിറയുന്നത് ഏറ്റവും കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് ഏറ്റവും കൂടിയ സബ് ഷെല്ലിലാണ്. ഇപ്പം നിങ്ങൾ ഒരു കുട്ടി പ്രസവിച്ച ഉടനെ അത് 10ാം ക്ലാസ്സിൽ പോയി പഠിക്കുമോ? ഇല്ലല്ലോ. പ്രസവിച്ച് പതുക്കെ കുറച്ച് 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോൾ അതിനെ 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോൾ അതിനെ KG ക്ലാസ് അങ്കണവാടിയിലൊക്കെ ആക്കി, 4 വയസ്സിൽ അങ്കണവാടിയിലൊക്കെ ആക്കി UKG LKG ഒക്കെ കഴിഞ്ഞ് 1 ജയിച്ച് 2 3 4 5 6 7 8 9 അങ്ങനെ പടിപടിയായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഓരോ ക്ലാസ്സിലും ഇപ്പം നിങ്ങൾ 4ാം ക്ലാസ്സിലെ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നിങ്ങൾ ഇത്രയും വലുതായി. ഇപ്പം അന്ന് 4ാം ക്ലാസ്സിൽ അത് പാടായിരുന്നു. പക്ഷേ 4 കഴിഞ്ഞ് വീണ്ടും 5ആയി, 5 കഴിഞ്ഞ് 6ആയി, 7ആയി, 8ആയി, ഇങ്ങനെ പടിപടിയായിട്ടാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. അതേപോലെ ഊർജ്ജം നിറഞ്ഞു വരുന്ന ഊർജ്ജം കുറഞ്ഞു നിന്ന് കൂടിയതിലോട്ടാണ് പോകുന്നത്. ആദ്യം വരുന്നത് ഇങ്ങോട്ട് നോക്കി, ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. ഓക്കെ, കെ ഷെല്ലിൽ ഏത് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ? എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1s, ആ ഒന്നിനെ കൊണ്ട് എസ്സിനെ ഗുണിക്കും, 1s. എല്ലിൽ ആരൊക്കെ ഉണ്ട്? എസും ബിയും ഉണ്ട്. അപ്പം 2 × S 2 × P, 2s 2p. 3യിൽ ആരൊക്കെ ഉണ്ട്? എസും ബിയും ഡിയും ഉണ്ട്, 3s 3p. തൽക്കാലം അത്രയും മാത്രമേ പറയുന്നുള്ളൂ. 1s 2s 2p 3s 3p. നിങ്ങൾ അതൊന്ന് ആ ഓർഡർ ഒന്ന് പഠിക്കുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 18 വരെയുള്ള കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. 1s 2s 2p 3s 3p. ഒന്ന് കാണാതെ പഠിക്കണം. 1s 2s 2p 3s 3p. പെട്ടെന്ന് പഠിക്കുക. 1s 2s 2p 3s 3p. ഒന്നും കൂടെ 1s 2s 2p 3s 3p. ഒന്നും കൂടെ 1s 2s 2p. 1s 2ലാകുമ്പോൾ എസും ബിയും വരും, 2s 2p. 3ലാകുമ്പോൾ എസും പിയും വരും, ഡിയും ഉണ്ട് കേട്ടോ, അത് ഒത്തിരി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 3ലാകുമ്പോൾ 3s 3p. അപ്പോൾ 1s 2s 2p 3s 3p. ഓക്കെ, ഇനി നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ആ ഒരു വിധത്തിലേക്കാണ് പോകുന്നത്. അറ്റോമിക നമ്പർ 1 ഹൈഡ്രജനാണ്. ആളെ പേരും എലമെൻറ്റിൻ്റെ പേരൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അറ്റോമിക നമ്പർ 1, അറ്റോമിക നമ്പർ അറിഞ്ഞിരുന്നാൽ മതി. 1 അറ്റോമിക നമ്പർ 1ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസമാണ് ഞാൻ പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യം 1sലാണ് ഇലക്ട്രോൺ പോകുന്നത്. 1s എന്ന് എഴുതുക. 1 ഇട്ടിട്ട് കുത്തും കോമയൊന്നും കൊടുക്കരുത്. എസ് സ്മോൾ ലെറ്റർ ആണ്. ഈ എസ് പി ഡി എഫ് എല്ലാം സ്മോൾ ലെറ്റർ ആണ്. 1s എന്ന് എഴുതുക. എസിൻ്റെ മണ്ടയിൽ പവറായിട്ട് റൈസ് ടു ആയിട്ട് 1 എന്ന് കൊടുക്കുക. 1s1. കാര്യം അറ്റോമിക നമ്പർ 1 അല്ലേ, ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1 ആണ്. അപ്പോൾ എത്ര പ്രോട്ടോണും എത്ര ഇലക്ട്രോണും ഉണ്ട്? പോസിറ്റീവ് ചാർജുള്ള ആളാണ് പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജുള്ള ആളാണ് ഇലക്ട്രോൺ. അറ്റോമിക നമ്പർ 1 ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് 1, നെഗറ്റീവ് ചാർജ് 1. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജാണ് ഉള്ളത്, ഒരു
പ്രോട്ടോൺ ആണുള്ളത്, അതുപോലെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ അറ്റോമിക് നമ്പർ 1 വന്നാൽ ഒരെണ്ണത്തിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഒരെണ്ണത്തിനെ സെറ്റ് ചെയ്ത് എഴുതിയാൽ മതി. 1s1 എസ്സിൽ പരമാവധി 2 ഇലക്ട്രോൺ കൊള്ളും. അപ്പം 1 കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും പിടിച്ച് തിന്നാനൊന്നും പോണില്ലല്ലോ. അപ്പോൾ ആൻസർ 1s1. നോക്കുക, ഇവിടെ നോക്കുക. ഓക്കെ, 1s1. അറ്റോമിക് നമ്പർ 2 ഹീലിയോണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണമാണ് ഉള്ളത്. 1s2. ഓക്കെ, എഴുതിയേക്കുന്നത് നോക്കുക, 1s മണ്ടയിൽ 2. അതിനെ വായിക്കുന്ന 1s2 എന്നാണ്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 1s2 ഇതിനെ നമ്മൾ സാധാരണ വായിക്കുന്ന 1s2 അങ്ങനെയാണ് വായിക്കുന്നത്. ഈ മുന്നിൽ കൊടുത്തേക്കുന്ന 1 എന്തരാണെന്ന് ചോദിച്ചാൽ അത് ഷെൽ നമ്പറാണ്. മുന്നിൽ കൊടുത്തേക്കുന്ന 1 എന്തരാണെന്ന് ചോദിച്ചാൽ അത് ഷെല്ലിൻ്റെ എണ്ണമാണ്, ഷെൽ നമ്പറാണ്. എസ് എന്തരാണ്? സബ് ഷെല്ലാണ്. എസ് സബ് ഷെല്ലാണ്. മണ്ടേ കൊടുത്തേക്കുന്ന 2 ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. മണ്ടയിൽ എഴുതുന്നതാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. മണ്ടയിൽ എഴുതുന്നതാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. മണ്ടയിൽ എഴുതുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം. എസ് സബ് ഷെല്ലാണ്. ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന 1 എന്ന് പറയുന്ന ഷെൽ നമ്പറാണ്, മനസ്സിൽ വെച്ചേക്കുക. അറ്റോമിക് നമ്പർ 3 എന്ന് പറയുന്ന ലിഥിയമാണ്. ലിഥിയം ആകുമ്പോൾ 3 ഇലക്ട്രോണാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 1s3 എന്ന് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ട് 1s3 എന്ന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ എസ്സിൽ 2 ഇലക്ട്രോണേ കൊള്ളൂ, പിയിൽ 6 എണ്ണേ കൊള്ളൂ, ഡിയിൽ 10 എണ്ണേ കൊള്ളൂ, എഫിൽ 14 എണ്ണേ കൊള്ളൂ. 1 ലിറ്റർ കൊള്ളുന്ന കുപ്പിക്കകത്ത് 70 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. അതേപോലെ 1s3 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. 1s2 എസ്സിൽ 2 കൊടുക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ഇലക്ട്രോൺ, അടുത്ത ഊർജ്ജം കൂടി എവിടെ നോക്കണം? എനർജി കൂടിയത് എങ്ങനെ? 1s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്ന 2sലാണ്. അപ്പോൾ 1 കഴിഞ്ഞാൽ കുട്ടി 2ലാണ് ജയിച്ചാവുന്നത്, 2 കഴിഞ്ഞാൽ കുട്ടി 3ലാണ് ജയിച്ചാവുന്നത്. അതേപോലെ 1s2 കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്ന 2sലാണ്. 2sൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. 2sൽ 1 കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരും പിടിച്ച് തിന്നാൻ പോകുന്നില്ല. അപ്പോൾ 2s1, 1s2 2s1. മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 1 3 ഇലക്ട്രോൺ ആണ് ഉള്ളത്. കറക്റ്റാണ്. അറ്റോമിക് നമ്പർ 4 ബെറീലിയം ആണ്. കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. 1sൽ 2 2sൽ 2. മണ്ടയിലുള്ള സാധനങ്ങളാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. ഈ 2s2ൽ 2 എന്ന് പറയുന്ന ഷെൽ നമ്പറാണ്, എസ് സബ് ഷെല്ലാണ്, മണ്ടയിൽ കിടക്കുന്ന 2 ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. 1s2ൽ 1 ഷെൽ നമ്പറാണ്, എസ് സബ് ഷെല്ലാണ്, മണ്ടയിൽ കിടക്കുന്ന 2 ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടെത്താൻ 2 2 കൂട്ടണം. മണ്ടയിൽ കിടക്കുന്ന 2 2 കൂട്ടുമ്പോൾ 4 എന്ന് കിട്ടും. അത് തന്നെയായിരിക്കും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മണ്ടയിൽ കിടക്കുന്ന സംഖ്യ കൂട്ടുന്നതായിരിക്കും അറ്റോമിക് നമ്പർ. അത്രയും ഇലക്ട്രോണും കാണും. അറ്റോമിക് നമ്പർ 5 ബോറോൺ ആണ്. 2s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ 2pയിലാണ് പോകുന്നത്. അപ്പോൾ 1s2 2s2 2p1. ഒരിക്കലും 2s3 എന്ന് കൊടുക്കൂല, കാര്യം എസ്സിൽ 3 എണ്ണം ഇല്ല, എസ്സിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഇലക്ട്രോൺ പോകുന്ന പിയിലോട്ടാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 1s2 2s2 2p1 മനസ്സിലാക്കുക. അടുത്ത അറ്റോമിക് നമ്പർ 6 കാർബൺ ആണ്. കാർബണിൻ്റെ ഇതെന്ന് പറയുന്നത്, ഈ ആളെ പേര് പഠിക്കണ്ട കേട്ടോ. 1s2 2s2 2p2 ആണ്. ഒരിക്കലും 1s2 2s4 എന്ന് വരില്ല, കാര്യം എസ്സിൽ 2 കൊള്ളൂ. 1s കഴിഞ്ഞാൽ അടുത്ത എനർജി കൂടിയ 2s ഇലക്ട്രോൺ പോകണം. 2sൽ 2 എണ്ണം കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ എവിടെ പോകണം? 2p പോകണം. 2pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആൻസർ ഈസ് 1s2 2s2 2p2. 2 2 4 2 6. മൊത്തം എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 2 + 2 4, 4 + 2 6. അറ്റോമിക് നമ്പർ 6 കറക്റ്റാണ്. ഓക്കെ, അതുപോലെ ഈ ഓർഡറിനെ പോകുള്ളൂ. ആദ്യം 1s എന്നറിയണം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളെ സ്കൂളിൽ നിങ്ങളെ കൊണ്ടിരുത്തുന്നത് ആദ്യം ഫ്രണ്ട് ബെഞ്ചിൽ പിള്ളേരെ ഇരുത്തും, പിന്നെ സെക്കൻഡ് ബെഞ്ചിൽ പിള്ളേരെ ഇരുത്തും. സെക്കൻഡ് ബെഞ്ച് നിറഞ്ഞിട്ടേ അടുത്ത പിള്ളേർ തേർഡ് ബെഞ്ചിൽ പോകും. തേർഡ് ബെഞ്ച് നിറഞ്ഞിട്ടേ അടുത്ത പിള്ളേർ ഫോർത്ത് ബെഞ്ചിൽ പോകും. ഫോർത്ത് ബെഞ്ച് നിറഞ്ഞിട്ടേ അടുത്ത പിള്ളേർ ഫിഫ്ത്ത് ബെഞ്ചിൽ പോകും. അതേപോലെ തന്നെയാണ് 1s നിറഞ്ഞിട്ടേ 2sൽ പോകും. 2s നിറഞ്ഞിട്ടേ 2pയിൽ ഇലക്ട്രോൺ പോകും. മനസ്സിലാക്കുക. ഓക്കെ, അറ്റോമിക് നമ്പർ 7 നൈട്രജനാണ്. കോൺഫിഗറേഷൻ 1s2 2s2 2p3. കൂട്ടി നോക്ക് മണ്ടയിലുള്ളത്. 2 + 2 4, 4 + 3 7. അപ്പോൾ അറ്റോമിക് നമ്പർ 7 1s2 2s2 2p3 കറക്റ്റായ കോൺഫിഗറേഷനാണ്. മനസ്സിലാക്കുക. പിന്നെ ക്രമം തെറ്റിച്ച് എഴുതാൻ പാടില്ല. ഓക്കെ, ചില ആൾക്കാർ വിചാരിക്കും 1s2 2p3 2s2 അങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2p3 2s2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റൂല. കാരണം എന്തിനാണ്? 1s കഴിഞ്ഞാൽ അടുത്ത എനർജി കൂടിയ 2sലാണ് ഇലക്ട്രോൺ നിറയാനുള്ള. 2s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 2pയിൽ ഇലക്ട്രോൺ പോകാൻ പാടുള്ളൂ. അപ്പം 1sൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക 2, അത് കഴിഞ്ഞ് 2sൽ പോവുക, 2s ഫില്ല് ചെയ്യുക 2s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 2pയിൽ ഇലക്ട്രോൺ പോകാൻ പാടുള്ളൂ. 2pയിൽ 3. പറഞ്ഞ മനസ്സിലായില്ല? അപ്പോൾ ഓർഡർ തെറ്റാൻ പാടില്ല. 1s കഴിഞ്ഞാൽ എനർജി കൂടിയ 2sൽ പോകും, 2s ഫില്ലായ 2sൽ നിന്ന് അടുത്ത ഇലക്ട്രോൺ 2pയിൽ പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? അടുത്ത അറ്റോമിക് നമ്പർ 8 ആണ്. 8 ഓക്സിജനാണ്. ഓക്സിജൻ 1s2 2s2 2p4 ആണ്. 2 2 4 4 8 ആണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ടെസ്റ്റും കൂടെ പറഞ്ഞുതരാം. അതായത് 1s2 2s1 2p5 എന്ന ഓക്സിജൻ കോൺഫിഗറേഷൻ വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. 1s2 2s1 2s നിറഞ്ഞില്ല, 2sൽ 1 കൊടുത്തോളൂ. 1s2 2s1 ദെൻ 2pയിൽ അവർ എത്ര കൊടുത്ത്?
5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 5ഉം 1ഉം 6ഉം 2ഉം 8 അങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റൂല. 1s നിറഞ്ഞാലേ ഇലക്ട്രോൺ 2s പോകും. 2s നിറഞ്ഞിട്ടേ ഇലക്ട്രോൺ 2pയിൽ പോകും. പറഞ്ഞു മനസ്സിലായി? അതായത് 2s പാതി ഇട്ടിട്ട് അങ്ങ് പോകാൻ പറ്റൂല. പറയുന്ന മനസ്സിലാക്കുക. 1s 2 ഇലക്ട്രോൺ നിറയണം. 1s 2 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷമേ 2s ഇലക്ട്രോൺ പോകും. 2s ഫുള്ളി ഫില്ല് ചെയ്യണം. 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 2pയിൽ ഇലക്ട്രോൺ പോകും. അല്ലാതെ 2s 1 ഇലക്ട്രോൺ ഇട്ടിട്ട് ആ 1 ഇലക്ട്രോണിനെ എടുത്ത് 2pയിൽ എഴുതി കയറ്റി കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ എഴുതിയാൽ തെറ്റാണ്. മനസ്സിലാക്കുക. അടുത്ത അറ്റോമിക നമ്പർ 9 ഫ്ലൂറിനാണ്. 1s 2s 2p5 ആണ്. അറ്റോമിക നമ്പർ 10 നിയോൺ ആണ്. കോൺഫിഗറേഷൻ 1s 2s 2p6 ആണ്. ഓക്കെ, 2 2 4 6 10 ആണ്. അടുത്ത അറ്റോമിക നമ്പർ 11 സോഡിയം ആണ്. കോൺഫിഗറേഷൻ 1s അറ്റോമിക് നമ്പർ 11 സോഡിയം. 1s 2s 2p6. അടുത്ത ഇലക്ട്രോൺ പോകുന്ന 3sലാണ്. ഒരിക്കലും 2p7 എന്ന് വരില്ല. കാര്യം പിയിൽ 6 കൊള്ളുള്ളൂ. അതുകൊണ്ട് പിയിൽ ഒരിക്കലും 7 എന്ന് വരില്ല. അപ്പോൾ 2p6 3s1. അറ്റോമിക് നമ്പർ 12 മെഗ്നീഷ്യം ആണ്. കോൺഫിഗറേഷൻ 1s 2s 2p6 3s2. 3s2ൽ 3 ഷെൽ നമ്പറാണ്. എസ് സബ്ഷെല്ലാണ്. മണ്ടയിലുള്ള 2 ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ കണ്ടെത്താൻ മണ്ടയിലുള്ള എല്ലാം കൂടെ കൂട്ടണം. 2 2 4 6 10 2 12. അറ്റോമിക് നമ്പർ 13 അലൂമിനിയം അവിടെ കൊടുത്തിട്ടുണ്ട്. 1s 2s 2p6 3s2. അടുത്ത 3s നിറഞ്ഞ അടുത്ത ഇലക്ട്രോൺ പോകുന്ന 3p ആണ്. അതാണ് ഞാൻ ഓർഡർ പഠിക്കണമെന്ന് പറഞ്ഞത്. 1s 2s 2p 3s 3p 1s 2s 2p 3s 3p. ഓക്കെ, അറ്റോമിക് നമ്പർ 14 സിലിക്കൺ. 1s 2s 2p6 3s 3p 2. അപ്പോൾ 14 ആവും. 15 ഇതേപോലെ കൂട്ടി കൂട്ടി പോയാൽ മതി. 1s 2s 2p6 3s 3p3 കൂട്ടി നോക്ക്. 2 2 4 6 10 2 12 3 15. 16 സൾഫർ. 1s 2s 2p6 3s 3p4. 2 2 4 6 10 2 12 4 16 ആയിട്ടുണ്ട്. ക്ലോറിൻ. 1s 2s 2p6 3s 3p5. ലാസ്റ്റ് അറ്റോമിക് നമ്പർ 18 ആർഗൺ. 18 ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 1s 2s 2p6 3s 3p6. കാണാപ്പാടം പടി. അറ്റോമിക് നമ്പർ 18 ആർഗൺ. ഞാൻ വേറെ ഒന്നും കാണാതെ പഠിക്കാൻ പറയില്ല. ഞാൻ ആകെ 3 കോൺഫിഗറേഷൻ മാത്രമേ നിങ്ങളോട് കാണാതെ പഠിക്കാൻ ആവശ്യപ്പെടത്തുള്ളൂ. കോൺഫിഗറേഷൻ 1 അറ്റോമിക് നമ്പർ 18 ആണ്. 18ൻ്റെ ആളുടെ പേര് ആർഗൺ ആണ്. കാണാതെ പഠിക്കണം. ആർഗൺ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മാൾ ലെറ്റർ ആർ. അതാണ് ആർഗണിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ 18 ആർഗൺ. കോൺഫിഗറേഷൻ കാണാപ്പാടം പഠിക്കുക. 1s2 2s2 2p6 3s2 3p6. കാണാപ്പാടം പഠിക്കുക. 1s 2s 2p6 3s2 3p6 കാണാതെ പഠിക്കുക. കാര്യം ഈ 18ൻ്റെ കോൺഫിഗറേഷൻ പഠിച്ചാൽ 18 വരെയുള്ളത് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ചുമ്മാ മാർക്ക് കിട്ടും. വെറുതെ മാർക്ക് കിട്ടും. 18 വരെയുള്ള കോൺഫിഗറേഷൻ കാണാപ്പാടം പഠിച്ചാൽ 18ൻ്റെ കോൺഫിഗറേഷൻ 18 ആർഗണാണ്. 18ൻ്റെ കോൺഫിഗറേഷൻ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് 18 വരെയുള്ളത് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം ഇപ്പോൾ അവർ 10 ചോദിച്ചെന്ന് വെച്ചോ. 10 ചോദിച്ചാൽ നിങ്ങൾക്ക് 18 അറിഞ്ഞൂടെ? 1s 2s 2p6 3s 3p6 അറിയാം. അത് വെച്ചിട്ട് 10 വരുന്നവരെ കൂട്ടി കൂട്ടി എഴുതിക്കൂടെ? 1s 2s 2p6. അല്ലെങ്കിൽ 9 ചോദിച്ചാൽ 1s 2s 2p5. അങ്ങനെ കൂട്ടി കൂട്ടി എഴുതിക്കൂടെ? സെറ്റ് ചെയ്ത് എഴുതിക്കൂടെ? മണ്ടയിലുള്ള ഇലക്ട്രോൺ കൂട്ടി കൂട്ടി നിങ്ങൾക്ക് ഏത് വേണോ എഴുതാം. പുഷ്പം പോലെ എഴുതാം. സോ 18 ARൻ്റെ കാണാപ്പാടം പഠിക്കുക. അടുത്ത എനർജി ഇൻക്രീസിങ് ഓർഡർ ഇൻ സബ്ഷെൽ. സബ്ഷെല്ലിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ് ഞാൻ അവിടെ കൊടുത്തേക്കുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. 1s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്ന 2s ആണ്. 2s കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്ന 2p ആണ്. 2p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 3s ആണ്. ഈ ചിഹ്നം മനസ്സിലായല്ലോ? ഈ ചിഹ്നം നോക്ക്. ഈ 3s കഴിഞ്ഞിട്ട് കിടക്കുന്ന ഈ ചിഹ്നം ഒന്ന് നോക്കിയേ. 3s ഈ സിമ്പൽ നോക്കുക. ഓക്കെ, സിമ്പൽ നോക്കുക. ഇത് ലെസ് ദാൻ സിമ്പൽ. ആ ഒരു സിമ്പൽ ഒന്ന് നോക്കുക. ഇവിടെ 3sൻ്റെ അവിടെ വാവട്ടം ചെറുതാണ്. അപ്പോൾ 3s ചെറുതാണ്. 3pൻ്റെ അവിടെ വാവട്ടം വലുതാണ്. നോക്ക് നിങ്ങൾ. വാവട്ടം വലുതാണ്. അതായത് 3sനെ കാട്ടിയും വലുതാണ് ആരെന്ന് പറയുന്നത്? 3p എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഓക്കെ, 3sനെ കാട്ടിയും എന്താണ് വലുതാണ് 3p എന്ന് പറയുന്ന സബ്ഷെൽ. 3p എന്ന് പറയുന്ന സബ്ഷെല്ലിനെ കാട്ടിയും വലുതാണ് 4s. 4s കഴിഞ്ഞിട്ടേ 3d എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഇലക്ട്രോൺ വരുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ വരുന്ന ആ ഒരു ലെവലൊന്ന് നോക്കി പഠിക്കുക. 1s കഴിഞ്ഞാൽ 2s ആണ്. 2s കഴിഞ്ഞാൽ 2p ആണ്. 2p കഴിഞ്ഞാൽ 3s ആണ്. 3s കഴിഞ്ഞാൽ 3p ആണ്. 3p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്നത് 4s ആണ്. 4s കഴിഞ്ഞിട്ടേ ഏത് വരൂ? 3d വരൂ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 3p കഴിഞ്ഞാൽ നമ്മൾ 1s 2s 2p 3s 3p അതുവരെയാണ് നേരത്തെ പഠിപ്പിച്ചത്. അതിന് ശേഷം ഇനിയുണ്ട്. നമുക്കൊരു 30 31 വരെയുള്ള കോൺഫിഗറേഷൻ കാണാപ്പാഠം പഠിക്കണം. ഓക്കെ, 31 വരെയുള്ള കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 3 കോൺഫിഗറേഷൻ കാണാതെ പഠിച്ചാൽ മതി. 18 കാണാതെ പഠിച്ചു. ഇനി ഒരു 2 കോൺഫിഗറേഷൻ കൂടെ നമുക്ക് കാണാൻ പഠിക്കാനുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കോൺഫിഗറേഷൻസ്. ബാക്കിയൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 3p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്ന 4sലാണ്. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്ന 4sലാണ്. 4sൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ എവിടെ ഇലക്ട്രോൺ പോകുള്ളൂ? 3d ഫിൽ ആവത്തുള്ളൂ. ഓക്കെ, 4sൽ ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ എവിടെ ഇലക്ട്രോൺ പോകത്തുള്ളൂ? 3d ഇലക്ട്രോൺ പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓർഡർ പഠിക്കണം. 1s കഴിഞ്ഞാൽ 2s 2p 2p കഴിഞ്ഞാൽ 3s 3p 3p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്ന 4s ആണ്. 4s നിറഞ്ഞതിന് ശേഷം മാത്രമേ എവിടെ ഇലക്ട്രോൺ പോകത്തുള്ളൂ? 3dയിൽ
ഇലക്ട്രോൺ വരത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ സബ് ഷെല്ലിന് ഊർജ്ജം കൂടി വരുന്ന ആ ഒരു ക്രമം ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പഠിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ നോബിൾ ഗ്യാസ് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട വാതകങ്ങൾ. ഓക്കെ. നോബിൾ ഗ്യാസ് ഏതൊക്കെയാണ്? അറ്റോമിക നമ്പർ 2 ഹീലിയോണ്, അറ്റോമിക നമ്പർ 10 നിയോൺ ആണ്, അറ്റോമിക നമ്പർ 18 ആർഗൺ ആണ്, അറ്റോമിക നമ്പർ 36 ക്രിപ്റ്റോൺ ആണ്. മനസ്സിലാക്കുക. അറ്റോമിക നമ്പർ 2 ആരാണ്? പെട്ടെന്ന് പറയണം. ഹീലിയോ ആണ്. അറ്റോമിക നമ്പർ 10 ആരാണ്? നിയോൺ ആണ്. അറ്റോമിക നമ്പർ 18 ആരാണ്? ആർഗൺ ആണ്. അറ്റോമിക നമ്പർ 36 ക്രിപ്റ്റോൺ ആണ്. പ്രധാനമായിട്ടും 3 പഠിക്കുക. 2, 10, 18 ഇതെല്ലാം നോബിൾ ഗ്യാസ് ആണ്. 2, 10, 18, 36, 2, 18, 10, 18, 2, 10, 18, 2, 10, 18, 2, 10, 18 നോബിൾ ഗ്യാസ് ആണ്. ഉത്കൃഷ്ട വാതകങ്ങളാണ്. 2 ഹീലിയം, 10 നിയോൺ, 18 ആർഗൺ, 36 ക്രിപ്റ്റോൺ. പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാര്യം ഇത് വെച്ച് നമ്മൾ അവർ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അറ്റോമിക് നമ്പർ 19ൻ്റെ കോൺഫിഗറേഷനാണ്. 19 പൊട്ടാസ്യമാണ്. കെ എന്നാണ് അതിന് കൊടുക്കുന്ന സിമ്പൽ. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന 1s2, 2s2, 2p6, 3s2, 3p6. അതുവരെ നമുക്ക് കുഴപ്പമില്ല. അടുത്ത 3p കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു 4s ആണെന്ന് പറഞ്ഞു. അപ്പോൾ 4sൽ എത്ര ഇലക്ട്രോൺ പോകണം? 2 പോവാം. 1 പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ 3p6 കഴിഞ്ഞ് 4s1. അതാണ് 19ൻ്റെ കോൺഫിഗറേഷൻ. അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് ഈ 19 തൊട്ടുള്ളത് എങ്ങനെ എഴുതാമെന്നറിയാവോ? നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ ഇട്ട് എഴുതാൻ പറ്റും. ഓക്കെ. 19 തൊട്ടുള്ളത്. 18 ചോദിച്ചാൽ 1s2, 2s2, 2p6, 3s2, 3p6 എന്ന് എഴുതാവും. പക്ഷേ 19 തൊട്ടുള്ളത് നമുക്ക് ചുരുക്കി എഴുതാം. കാര്യം 1s2, 2s2, 2p6, 3s2, 3p6 എന്ന് കിടന്ന് എഴുതാൻ മെനക്കേടായതുകൊണ്ട് നമുക്കങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ AR എന്ന് കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റിൽ AR എന്ന് പറഞ്ഞാൽ 18ാമത്തെ ആളാണല്ലോ AR, ആർഗൺ. അപ്പം AR എന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്താൽ 18 വരെയുള്ള കോൺഫിഗറേഷൻ ആയി. പിന്നെ നമ്മൾ അത് എഴുതണ്ട. 18 വരെയുള്ള എഴുതുക ഉണ്ടാ. 1s2, 2s2, 2p6, 3s2, 3p6 എഴുതണ്ട. അപ്പോൾ 18ആയി. അടുത്ത ഇലക്ട്രോൺ പോകുന്ന 4sലാണ്, 4s1. അപ്പോൾ AR 4s1 എന്ന് എഴുതാം. ഓക്കെ. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് അറ്റോമിക് നമ്പർ 20 ആണ്. 20 കാൽസ്യമാണ്. 20 കാൽസ്യത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6. ഇലക്ട്രോൺ 4sൽ പോകും 2, 4s2. ഓക്കെ. അല്ലെങ്കിൽ AR സ്ക്വയർ ബ്രാക്കറ്റിൽ 4s2. ഓക്കെ. AR സ്ക്വയർ ബ്രാക്കറ്റിൽ ആർഗണിന് കൊടുക്കുക, ദെൻ 4s2. അപ്പോൾ 18ഉം 2ഉം ആകുമ്പോൾ 20ആയിട്ട് മാറും. ഓക്കെ. പിന്നെ അറ്റോമിക് നമ്പർ 21 നോബിൾ ഇതാണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്, സംക്രമണ മൂലകങ്ങളാണ്. 21 ആകുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺ 3Dയിലാണ് പിന്നെ ഇലക്ട്രോൺ പോകുന്നത്. പിന്നെ ഇലക്ട്രോൺ പോകുന്നത് എവിടെയാണ്? 3Dയിലാണ് പോകുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ 21ൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 21 സ്കാൻഡിയമാണ്. ഓക്കെ. ഇപ്പോൾ ഈ 21 തൊട്ട് 30 വരെ പഠിക്കാനായിട്ട് ഞാൻ അവിടെ ഒരു ടിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ ടീച്ചറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസമാണ്. സ്കൂളിൽ ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് വിക്രമൻ ഫീസ് കൊടുക്കാതെ പുറത്ത് നിൽക്കുന്നു. ഓക്കെ. സ്കൂളിൽ ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് വിക്രമൻ ഫീസ് കൊടുക്കാതെ പുറത്ത് നിൽക്കുന്നു. അതൊരു ഇത് സ്കൂളിൻ്റെ SC ഇട്ട് നമുക്ക് സ്കാൻഡിയോ എന്ന് കൊടുക്കാൻ പറ്റും. ടീച്ചർ അതായത് TI ടൈറ്റാനിയം ആണ്. 22 അറ്റോമിക് നമ്പർ 22. വിക്രമൻ VI അതിൽ V എന്തിനാണ്? വനേഡിയോ ആണ്. വിക്രമൻ്റെ CR എന്തിനാണ്? ക്രോമിയം ആണ്. അടുത്ത MN എന്തിനാണ്? മാംഗനീസ് ആണ്. അറ്റോമിക് നമ്പർ 25 മാംഗനീസ് ആണ്. അടുത്ത അറ്റോമിക് നമ്പർ 26 എന്തിനാണ്? അയൺ ആണ്. Fe ആണ്. അയൺ ആണ്. അറ്റോമിക് നമ്പർ 27 ഏതാണ്? കൊബാൾട്ട് ആണ്. ഫീസ് കൊടുക്കാതെ കൊബാൾട്ട് ആണ്. നിക്കുന്നു NI എന്തിനാണ്? നിക്കലാണ്. 28. 29 കോപ്പർ ആണ്. 30 അവിടെ സിങ്ക് വന്നിട്ടില്ല, 2N വന്നിട്ടില്ല, 2N. അപ്പോൾ ആ 2നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് Z കിട്ടൂലേ? 2N മീൻസ് ZN. അത് അറ്റോമിക് നമ്പർ 30 ആണ്. അത് താല്പര്യമുള്ളവർക്ക് പഠിക്കാം. ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞതാണ്. സ്കൂളിൽ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് വിക്രമൻ ഫീസ് കൊടുക്കാതെ പുറത്ത് നിൽക്കുന്നു. 21 തൊട്ട് 30 വരെയുള്ള എലമെൻറ്റ്സ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അറ്റോമിക് നമ്പർ 21ൻ്റെ കോൺഫിഗറേഷനിലേക്ക് നമുക്ക് വരാം.